ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ഓഫ് 8051 ആണ് കാണാൻ പോകുന്നത്. 8051 മൈക്രോ കൺട്രോളറിനകത്ത് നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിന് അതിനുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. 111 ഇൻസ്ട്രക്ഷൻ സെറ്റുകളാണ് നമുക്ക് ഈ 8051 മൈക്രോ കൺട്രോളറിൽ വരുന്നത്. അത് നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. സോ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് 8051 മൈക്രോ കൺട്രോളർ ഈസ് എ കളക്ഷൻ ഓഫ് കമാൻഡ്സ് ദാറ്റ് ടെൽ ദ CPU വാട്ട് ഓപ്പറേഷൻ ടു പെർഫോം. നമ്മൾ ഈ മൈക്രോ കൺട്രോളർ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളത് ഇൻസ്ട്രക്ഷനിലൂടെ പറഞ്ഞു കൊടുക്കുന്നത് ഈ ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. ഞാൻ പറഞ്ഞു 111 ഇൻസ്ട്രക്ഷൻ സെറ്റുകളാണ് നമുക്ക് വരുന്നത്. ഈ ഇൻസ്ട്രക്ഷൻ സെറ്റുകളെ നമ്മൾ ഡിഫറെൻറ്റ് സെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഡാറ്റ ട്രാൻസ്ഫർ, അരിത്മെറ്റിക്, ലോജിക്, ബ്രാഞ്ചിങ് ആൻഡ് ബിറ്റ് ലെവൽ ഓപ്പറേഷൻസ് എന്നുള്ള രീതിയിൽ നമ്മളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിത് പഠിക്കുന്ന സമയത്ത് ഈ ഓരോ സെക്ഷൻസിനകത്തു നിന്നുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റുകളാണ് നോക്കുന്നത്. എല്ലാ ഇൻസ്ട്രക്ഷൻ സെറ്റുകളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യില്ല. അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ്സുകളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓരോ ക്ലാസിഫിക്കേഷൻസുകളിലും ഉള്ള ഇമ്പോർട്ടൻറ്റ് സെറ്റ്സുകൾ നമ്മൾ നോക്കും. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് ഈ നോട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ വെബ്സൈറ്റിലും ഇതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. സോ ഇതിനകത്ത് ഞാൻ ഇൻസ്ട്രക്ഷൻ സെറ്റിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് നോട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാക്സിമം ഡീറ്റെയിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു നോട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇൻസ്ട്രക്ഷൻ സെറ്റിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ നോട്ട് യൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ലെക്ചർ. ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 8-bit CPU ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 8051. ഓക്കെ, ഇതിൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത് 1, 2 or 3 ബൈറ്റ് ലോങ് ആണ് ഇതിനകത്ത് വരിക. അതിൽ അപ് ടു 3 ബൈറ്റ്സ് വരെയൊക്കെ നമുക്ക് ഇൻസ്ട്രക്ഷൻ്റെ ലെങ്ത് വരാറുണ്ട്. നമുക്കറിയാം 8051 എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ മെമ്മറി ആയതുകൊണ്ട് തന്നെ ഇൻസ്ട്രക്ഷൻ സെറ്റുകളുടെ സൈസും നമുക്ക് വളരെ കുറവായിരിക്കണം. അതുകൊണ്ട് തന്നെ ഓരോ ഇൻസ്ട്രക്ഷൻ സെറ്റുകൾക്കും അതിൻ്റേതായിട്ടുള്ള ഓപ്പ് കോഡും അവൈലബിൾ ആണ്. ഓക്കെ, ഞാനത് ഓൾറെഡി പ്രീവിയസ് ലെക്ചേഴ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇറ്റ് സപ്പോർട്ട് ബൈറ്റ് ലെവൽ ആൻഡ് ബിറ്റ് ലെവൽ ഓപ്പറേഷൻസ്. ഇതും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ബിറ്റ് ലെവലിൽ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് അതുപോലെ തന്നെ ബൈറ്റ് ലെവലിൽ, അതായത് 8 ബിറ്റുകളിൽ ഒറ്റയടിക്ക് അപ്രോച്ച് ചെയ്യുന്ന രീതിയിലും ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് 8051 അവൈലബിൾ ആണ്. ഇറ്റ് യൂസസ് 5 അഡ്രസ്സിംഗ് മോഡ്സ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഓക്കെ, ടോട്ടൽ അങ്ങനെ 111 ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. സോ ഈ 8051 ക്ലാസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ്. ദെൻ അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്, ദെൻ ബ്രാഞ്ച് ഓപ്പറേഷൻസ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് പ്രോഗ്രാം കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് എന്നും അതിനെ നമ്മൾ പറയും. പിന്നെ ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ്. ഈ 5 ക്ലാസിഫിക്കേഷൻസ് ആണ് നമുക്കിതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും ഈ ഒരു ക്ലാസിഫിക്കേഷൻസിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ നമുക്ക് ഓരോന്നും ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്. പേര് പോലെ തന്നെ നമുക്ക് ഒരു ലൊക്കേഷനിലുള്ള ഡാറ്റ മറ്റൊരു ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ആണ് ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. These instructions are used to transfer data between registers, memory locations and IO ports. ഈ ഒരു ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത് കാരണം ഫ്ലാഗ്സ് ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ പല രജിസ്റ്റേഴ്സ് പഠിച്ച സമയത്തും അവിടെ നമുക്ക് പല ഫ്ലാഗ്സുകൾ ഉണ്ടായിരുന്നു, അല്ലേ? ക്യാരി ഫ്ലാഗ്, അങ്ങനെ ഒരുപാട് ഫ്ലാഗ്സുകൾ വരുന്നുണ്ട്. സോ ഈ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഈ ഫ്ലാഗ്സുകളൊന്നും അങ്ങനെ അഫക്റ്റ് ആവാറില്ല. സോ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. സോ ഇതിലെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ നോക്കുക: മൂവ്, മൂവ്സി, മൂവെക്സ്, പുഷ്, പോപ്പ്, XCH ആൻഡ് XCHD. ഇത്രയാണ് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറിനകത്ത് വരുന്നത്. ഇതെല്ലാം നമ്മൾ 8051 യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസുകളാണ്. അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് മൂവ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷൻസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോഡ് മെമ്മറി വരുന്ന സമയത്ത് മൂവ് സി എന്നും എക്സ്റ്റേണൽ മെമ്മറി യൂസ് ചെയ്യുന്ന സമയത്ത് മൂവ് എക്സ് എന്നും ഇൻസ്ട്രക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യും. സോ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ മൂവ് ഇൻസ്ട്രക്ഷനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ മൂവ് ഇൻസ്ട്രക്ഷനകത്ത് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് മൂവ് A,#20H. അതായത് ഈ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മൂവ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ്റെ കൂടെ A,#20H. ഇതിൻ്റെ കമൻ്റാണ് ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. സോ നമ്മൾ 8051 പ്രോഗ്രാം എഴുതുന്ന സമയത്ത് സെമിക്കോളൻ കഴിഞ്ഞിട്ടാണ് കമൻറ്റ് കൊടുക്കുക. സോ കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയായിരിക്കും. കമൻറ്റ് ഒരിക്കലും പ്രോഗ്രാമിനകത്ത് റൺ ചെയ്യില്ല. നമുക്കൊരു ലൈന് എന്താണ് മീൻ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കമൻസുകളാണത്. സോ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് 20H എന്ന് പറയുന്ന വാല്യൂ, ഒരു എക്സ് വാല്യൂ നമ്മൾ മൂവ് ചെയ്യാന്നാണ് അതിൻ്റെ അർത്ഥം. ദറ്റ്സ് ലൈക്ക് കോപ്പിയിങ് എ വാല്യൂ. സോ 20H എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ എയിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ ഇൻസ്ട്രക്ഷനാണ് മൂവ് A,#20H. എ രജിസ്റ്റർ ഗെറ്റ്സ് ദ വാല്യൂ ഓഫ് ദ ഇമ്മീഡിയറ്റ് ഡാറ്റ. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഹാഷ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഹാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 8051 അതിനെ ഒരു നമ്പറായിട്ടാണ്
എടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് എ രജിസ്റ്റർ ഗെറ്റ്സ് ദ വാല്യൂ ഓഫ് ദ ഇമ്മീഡിയറ്റ് ഡാറ്റ. വേറൊരു എക്സാമ്പിൾ നോക്കാം. മൂവ് A,R0. ഇവിടെ നമ്പറിന് പകരമായിട്ട് നമ്മൾ R0 രജിസ്റ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് രജിസ്റ്റർ എയിലേക്ക് R0 രജിസ്റ്ററിലുള്ള വാല്യൂ എന്താണോ അത് പോകണം. അതായത് R0 എന്ന് പറയുന്ന രജിസ്റ്ററിൽ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവും, ആ വാല്യൂ എ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുക എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് കോപ്പിയിങ് ദ വാല്യൂ. എ രജിസ്റ്റർ ഗെറ്റ്സ് ദ വാല്യൂ ഓഫ് എ റാം രജിസ്റ്റർ. ദ വാല്യൂ റിമൈൻസ് ഇൻ ദ റാം രജിസ്റ്റർ ആൻഡ് ഈസ് ഓൾസോ കോപ്പീഡ് ഇൻ ടു എ രജിസ്റ്റർ. R0യിലുള്ള വാല്യൂ അങ്ങനെ തന്നെ ഉണ്ടാവും, എന്നിട്ട് ഈ വാല്യൂ കോപ്പി ചെയ്ത് എയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഇവിടെ നമ്മൾ 20H എന്ന് പറയുന്ന ഒരു ഹെക്സ് വാല്യൂ ആണ് പോകുന്നത്, ദാറ്റ് ഈസ് ദ ഡാറ്റ. പക്ഷേ ഇവിടെ R0 എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള ഡാറ്റ എന്താണോ ആ ഡാറ്റയാണ് എയിലേക്ക് പോകും. അനദർ എക്സാമ്പിൾ, മൂവ് A,20H. സോ ഇതും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഇവിടെ #20H എന്ന് പറഞ്ഞപ്പോൾ ഈ 20H എന്ന് പറയുന്ന വാല്യൂ ആണ് എയിലേക്ക് പോയത്. ഇവിടെ A, ഹാഷ് ഇടാതെ നമ്മൾ 20H എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് 20H എന്ന് പറയുന്ന ലൊക്കേഷൻ ഇറ്റ് ഈസ് എൻ അഡ്രസ്. ഈ ലൊക്കേഷനിലുള്ള ഡാറ്റ എന്താണോ ആ ഡാറ്റ എയിലേക്ക് പോകാനാണ് അതിൻ്റെ മീനിങ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഇവിടെ ഹാഷ് സിമ്പിൾ വന്നപ്പം അതൊരു ഇമ്മീഡിയറ്റ് ഡാറ്റ മൂവ്മെൻ്റ് ആണ്. ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ CPU നേരെ 20H എന്ന് പറയുന്ന നമ്മുടെ മെമ്മറി ലൊക്കേഷനിൽ പോകുന്നു. അവിടെയുള്ള ഡാറ്റ എന്താണോ ആ ഡാറ്റ എ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യാണ്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ മൂവ് എന്ന് പറയുന്ന ഓപ്പറേഷനും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു വാല്യൂ ആണെങ്കിൽ ഇവിടെ രജിസ്റ്ററിലുള്ള വാല്യൂ എന്താണോ അത് വരുന്നു. ഇവിടെ നമുക്ക് ഈ പെർട്ടിക്കുലർ അഡ്രസ്സിലുള്ള വാല്യൂ എന്താണോ അത് വരുന്നു. സോ ഈ മൂവിൻ്റെ ഓപ്പറേഷനിൽ തന്നെ നമുക്ക് പല രീതിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മൂവിന് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. അതായത് മൂവ് എന്ന് പറയുന്നത് ബേസിക്കലി ഇത്രയും ഇൻസ്ട്രക്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് 16 ഇൻസ്ട്രക്ഷൻസ് നമുക്ക് അവിടെ വരും. സോ എന്തെങ്കിലും ഒരു നമ്പർ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ രജിസ്റ്ററിലുള്ള വാല്യൂ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അഡ്രസ്സിലുള്ള മൂവ് ചെയ്യുക. പിന്നെ നമുക്ക് @റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേഷൻ വരുന്നുണ്ട്. അതായത് ഇവിടെ @റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദാറ്റ് ഈസ് അഡ്രസ്സിംഗ് മോഡ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. അതായത് ഈ രജിസ്റ്ററിനകത്ത് നമുക്കൊരു അഡ്രസ്സ് ഉണ്ടാവും, ആ അഡ്രസ്സിൽ പോയിട്ട് അവിടുത്തെ ഡാറ്റ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് മൂവ് തന്നെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. സോ ഈ 111 ഇൻസ്ട്രക്ഷൻസിൽ മൂവിന് തന്നെ ഇത്രയും ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. സോ ഈ ഇത്രയും ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഞാൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ട് ഞാൻ ആ PDF-നകത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഫയൽ എടുത്ത് റീഡ് ചെയ്താൽ മതി. ഓക്കെ, സോ മൂവ് ഇൻസ്ട്രക്ഷൻസിന് ഇത്രയുമാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് വേറൊരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മൂവ് X ഇൻസ്ട്രക്ഷനാണ്. അതായത് എക്സ്റ്റേണൽ മെമ്മറിയിൽ പോയിട്ട് നമുക്ക് റീഡ് ചെയ്യണം. സോ നമുക്കറിയാം എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് 16-bit അഡ്രസ്സസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് സെപ്പറേറ്റ് മൂവ് ഇൻസ്ട്രക്ഷൻസ് ആണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് 8-bit ആണ്. ഇവിടെ നമുക്ക് 16-bit വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ മൂവ് X എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഇൻസ്ട്രക്ഷനാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. മൂവ് X A,@R0. ഇവിടെ നമ്മൾ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എ രജിസ്റ്റർ ഗെറ്റ് ദ ഡാറ്റ ഫ്രം ദ ലൊക്കേഷൻ പോയിന്റഡ് ബൈ R0 ഇൻ ദ എക്സ്റ്റേണൽ റാം. സപ്പോസ് R0 എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് 20H എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? ഈ 20H എന്ന് പറയുന്ന റാം ലൊക്കേഷനിലേക്ക് പോകും. ദാറ്റ് ഈസ് ആക്ച്വലി 20H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ 16-bit റെപ്രസെൻറ്റ് ചെയ്യുക. സോ നമ്മുടെ CPU നേരെ എക്സ്റ്റേണൽ മെമ്മറിയിൽ പോയിട്ട് അവിടെയുള്ള 20H എന്ന് പറയുന്ന നമ്പർ ലൊക്കേഷനിൽ പോയിട്ട് അവിടെയുള്ള ഡാറ്റ എന്താണോ അത് എയിലേക്ക് കൊണ്ടുവരും. അല്ലാതെ 20H എന്ന് പറയുന്ന വാല്യൂ അല്ല നമുക്ക് അവിടെ വരുന്നത്. ഇറ്റ്സ് എൻ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. സോ R0യിലുള്ള വാല്യൂ അല്ല നമുക്ക് എയിലേക്ക് പോകുന്നത്. R0യിലുള്ള അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സിൽ പോയിട്ട് അവിടുത്തെ കണ്ടൻസ് ആണ് എയിലേക്ക് പോവുക. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. മൂവ് X A,@DPTR. സോ ഇത് 8-bit ആണ്. DPTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16-bit ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എ രജിസ്റ്റർ ഗെറ്റ് ദ ഡാറ്റ ഫ്രം ദ ലൊക്കേഷൻ പോയിന്റഡ് ബൈ ദ DPTR ഇൻ ദ എക്സ്റ്റേണൽ റാം. 4000H എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 16-bit നമ്പർ ആണെങ്കിൽ ദെൻ ദ രജിസ്റ്റർ ഗെറ്റ് ദ ഡാറ്റ ഫ്രം ദ എക്സ്റ്റേണൽ റാം ലൊക്കേഷൻ 4000H. സോ DPTR പോയിന്റ് ഔട്ട് ചെയ്യുന്ന അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സിൽ പോയിട്ട് വാല്യൂ കോപ്പി ചെയ്ത് എയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. ഒരു തേർഡ് എക്സാമ്പിൾ നോക്കാം. ഇത് നേരെ തിരിച്ചിട്ടാണ്. മൂവ് X ഇവിടെ എയ്ക്ക് പകരം R0, A എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ എപ്പോഴും റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് കോപ്പിങ് നടക്കുക. സോ ഇവിടെ നടക്കുന്നത് എന്താണ്? എ രജിസ്റ്ററിനകത്തുള്ള വാല്യൂ എന്താണോ ആ വാല്യൂ എവിടെ സേവ് ചെയ്യണം എന്നാണ് പറയുന്നത്? നമ്മൾ R0 ഒരു അഡ്രസ്സ് പോയിന്റ് ചെയ്യുന്നുണ്ട്, ആ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയിട്ട് സേവ് ചെയ്യണം എന്നാണ് പറയുന്നത്. That is, if R0 is 20H, then the value of A register gets stored into RAM location 0020H. So,
R0 പോയിന്റ് ചെയ്യുന്ന ലൊക്കേഷൻ എവിടെയാണോ അവിടേക്ക് എയിലുള്ള വാല്യൂ കോപ്പി ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് തിരിച്ചിട്ടാണ് വരുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ഇവിടെയുള്ള വാല്യൂ എപ്പോഴും ലെഫ്റ്റിലേക്കാണ് കോപ്പിങ് നടക്കുക. സോ നമുക്ക് തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ആദ്യം നമ്മൾ ആ പോയിന്റർ കൊടുത്തതിന് ശേഷം എയുടെ വാല്യൂ കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് മൂവ് എക്സ്. മൂവ് എക്സസിന് തന്നെ നമുക്ക് ഇത്രയും ഇൻസ്ട്രക്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. സോ മൂവിന് നമുക്ക് ഇത്രയും വരുന്നുണ്ട്. പിന്നെ നമുക്ക് പുഷ് പോപ്പാണ് വരുന്നത്. പുഷും പോപ്പും നമ്മൾ ഓൾറെഡി സ്റ്റാക്കിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് വാല്യൂവിനെ പുഷ് ചെയ്യാം. ദാറ്റ് ഇസ് പുഷ് 20H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റോർ ദ ഡാറ്റ അറ്റ് റാം ലൊക്കേഷൻ 20H ഇൻ ടു സ്റ്റാക്ക്. സ്റ്റാക്കിൽ വരുന്ന മെയിൻ 2 ഇൻസ്ട്രക്ഷൻ ആണ് പുഷും പോപ്പ്. പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ സ്റ്റോർ ചെയ്യുക, പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഗെറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഇസ് പുഷ് ആൻഡ് പോപ്പ്. സോ ഈ ഒരു ലൊക്കേഷനിൽ പോയിട്ട് അവിടെയുള്ള വാല്യൂ എന്താണോ അത് സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യാണ് ചെയ്യുക. പോപ്പ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഈ സ്റ്റാക്കിനകത്തുള്ള വാല്യൂ എന്താണോ ആ വാല്യൂ എടുത്തുകൊണ്ട് പോയിട്ട് 20H എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് സേവ് ചെയ്ത് വെക്കുക എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ദാറ്റ് ഇസ് പുഷ് ആൻഡ് പോപ്പ്. പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് ഡാറ്റയുടെ എക്സാമ്പിളാണ് XCHും XCHDയും. ദാറ്റ് ഇസ് എക്സ്ചേഞ്ച് ഡാറ്റ ആൻഡ് എക്സ്ചേഞ്ച് ലോവർ നിബിൾ. സോ അതിൻ്റെ രണ്ടിൻ്റെയും എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതും ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കോപ്പിയിങ് ആണ്. സോ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് മെയിൻലി ഇതൊക്കെയാണ്. നെക്സ്റ്റ് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ്. ദീസ് ഇൻസ്ട്രക്ഷൻ പെർഫോം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് സച്ച് ആസ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് ഫ്ലാഗ്സ് അഫക്റ്റ് ചെയ്യും. നമുക്ക് ക്യാരി ഫ്ലാഗ്, ആക്സിലറി ഫ്ലാഗ്, ഓവർഫ്ലോ ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ഫ്ലാഗുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു രജിസ്റ്റേഴ്സ് പഠിച്ചപ്പോൾ. സോ ഈ ഫ്ലാഗുകളിലെ ബിറ്റുകളൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ്. നമുക്ക് അഡീഷൻ നടക്കുന്നതിന് ഇൻസ്ട്രക്ഷനാണ് ADD ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അതുപോലെ തന്നെ അഡീഷൻ വിത്ത് ക്യാരി വരുന്ന സമയത്ത് ADDC എന്ന് വരും. പിന്നെ സബ്ട്രാക്ഷൻ നടക്കുന്ന ഇൻസ്ട്രക്ഷൻ ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, മൾട്ടിപ്ലൈ, ഡിവിഷൻ ആൻഡ് ഡെസിമൽ അഡ്ജസ്റ്റ്മെൻറ്റ്. സോ ഇത് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷനിൽ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസുകളാണ്. ഓക്കെ, ഓരോന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ തന്നെ ഞാൻ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ആഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നോക്കാം. ആഡ് A, #25H. ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും അതുപോലെ തന്നെ 25H എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ, എയിൽ എന്താണോ വാല്യൂ ഉള്ളത് ആ വാല്യൂവിൻ്റെ കൂടെ 25H എന്ന് പറഞ്ഞത് ആഡ് ചെയ്തതിന് ശേഷം ആ ആൻസർ തിരിച്ച് എയിൽ തന്നെ സേവ് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് അക്യുമുലേറ്റർ എന്ന് പറയുന്ന A രജിസ്റ്ററിൽ എപ്പോഴും ഫൈനൽ റിസൾട്ട് സേവ് ചെയ്ത് വെക്കുന്നത് അവിടെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ എയിൽ എന്താണോ ഉള്ള വാല്യൂ ആ വാല്യൂവിനെ 25 എന്ന് പറയുന്ന നമ്പർ, ഇവിടെ ശ്രദ്ധിക്കുക ഹാഷ് ഇവിടെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അവിടെ അതൊരു വാല്യൂ ആയിട്ടാണ് നമ്മളവിടെ എടുക്കുക. 25 എന്ന് പറയുന്ന നമ്പർ എയുമായിട്ട് ആഡ് ചെയ്ത് എയിൽ ആ വാല്യൂ സേവ് ചെയ്ത് വെക്കുക എന്നാണ് ഈ ഇൻസ്ട്രക്ഷൻ മീൻ ചെയ്യുന്നത്. സെക്കൻഡ് A, R0 ആണ്. ദാറ്റ് മീൻസ് R0യിലുള്ള വാല്യൂ എന്താണോ അതും എയിലുള്ള വാല്യൂ എന്താണോ അതും രണ്ടും തമ്മിൽ ആഡ് ചെയ്തിട്ട് ആ ഫൈനൽ വാല്യൂ എയിൽ സേവ് ചെയ്യാം. ആഡ്സ് A രജിസ്റ്റർ വിത്ത് ദ വാല്യൂ ഓഫ് റാം രജിസ്റ്റർ, സ്റ്റോർസ് ദ റിസൾട്ട് ഇൻ A രജിസ്റ്റർ. ഓക്കെ, സിമിലർലി ആഡ് A, 25H. ഇവിടെ #25 എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ്, ഈ 25 എന്ന് പറയുന്ന വാല്യൂ ആണ് ആഡ് ചെയ്തത്. ഇവിടെ ഹാഷ് ഇടാതെ കൊടുത്തപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, 25H എന്ന് പറയുന്ന അഡ്രസ്സിലുള്ള ഡാറ്റ എന്താണോ അതെന്ത് ഡാറ്റയും ആവാം, ആ ഡാറ്റയും എയിലുള്ള ഡാറ്റയും തമ്മിൽ ആഡ് ചെയ്യുക, എന്നിട്ട് റിസൾട്ട് എയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, സോ ആഡിന് തന്നെ നമുക്ക് ഇത്രയും ഇൻസ്ട്രക്ഷൻസ് 8051 വരുന്നുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ നോട്ട് PDF-നകത്തുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആഡ് C ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ ക്യാരി ഫ്ലാഗിൽ എന്ത് വാല്യൂ ആണോ അതും കൂടെ നമ്മൾ ആഡ് ചെയ്യും. നമുക്കറിയാം ക്യാരി ഓവർ വരുന്ന സമയത്ത് നമുക്ക് ഹയർ ബിറ്റ് അഡീഷൻ ഒക്കെ വരുന്ന സമയത്ത് ലോവർ ബിറ്റിൻ്റെ അഡീഷനിൽ ക്യാരി ഉണ്ടെങ്കിൽ ഹയർ ബിറ്റിൻ്റെ അഡീഷൻ്റെ കൂടെ ആ ക്യാരി ചെയ്യണം, ആഡ് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ഒരു ഇൻസ്ട്രക്ഷനാണ് കൊടുക്കുന്നത്, ആഡ് C A, #25. ഇതിലെന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ട പോലെ തന്നെ എയും 25ഉം കൂടെ ആഡ് ചെയ്യും, അതിൻ്റെ കൂടെ ക്യാരി ഫ്ലാഗിനകത്ത് എന്ത് വാല്യൂ ആണോ അതും കൂടെ ആഡ് ചെയ്യും. സോ ഒരു ക്യാരി അഡീഷനും കൂടെയാണ് അവിടെ വരിക. ദാറ്റ് ഇസ് ആഡ്സ് A രജിസ്റ്റർ വിത്ത് ഇമ്മീഡിയറ്റ് ഡാറ്റ അലോങ് വിത്ത് ദ ക്യാരി ഓഫ് ദ പ്രീവിയസ് അഡീഷൻ. ഓക്കെ, ഹയർ ബിറ്റ് അഡീഷനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഇൻസ്ട്രക്ഷനാണ് യൂസ് ചെയ്യുക. That is add C is used when we want to add two large numbers like 16-bit number. നമ്മൾ 8-bit ഓപ്പറേഷൻ ആണ് 8051 ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷേ നമുക്കൊരു 16-bit നമ്പേഴ്സിൻ്റെ അഡീഷൻ നടക്കുന്ന സമയത്ത് ആദ്യത്തെ 8-bit അഡീഷന് ശേഷം നമുക്ക് ക്യാരി ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഹയർ ബിറ്റുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് റോങ് ആയിപ്പോൾ. ദിസ് ക്യാരി വിൽ ബി ആഡഡ് ടു ദ ഹയർ ബിറ്റ്സ്. ഓക്കെ, അതാണ് ആഡ് C ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം തന്നെ A, R0. സോ ആഡ് Cക്ക് നമുക്ക് ഇത്രയും ഇൻസ്ട്രക്ഷൻസ് നമുക്ക് അവിടെ വരുന്നുണ്ട്.
ഓക്കെ, പിന്നെ സബ്ട്രാക്ഷൻ ആണ്. സോ ശ്രദ്ധിക്കുക, നമുക്ക് ആഡ് ചെയ്യുമ്പം ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷനും അതുപോലെ തന്നെ ആഡ് സി എന്ന് പറഞ്ഞൊരു ഓപ്പറേഷനും ഉണ്ട്. പക്ഷേ സബ്ട്രാക്ഷൻ്റെ കേസിൽ നമുക്കെല്ലാം സബ് ബി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സോ സബ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഈ ഒരു ഒറ്റ സബ്ട്രാക്ഷൻ ഇൻസ്ട്രക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇറ്റ് പെർഫോംസ് എ രജിസ്റ്റർ മൈനസ് ഇമ്മീഡിയറ്റ് ഡാറ്റ മൈനസ് ക്യാരി ഫ്ലാഗ്. സോ അവിടെ എപ്പോഴും ക്യാരി ഫ്ലാഗ് തമ്മിലുള്ള ഒരു സബ്ട്രാക്ഷൻ നമ്മളവിടെ ചെയ്യും. സോ സബ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമുക്ക് ക്യാരി ഫ്ലാഗ് എപ്പോഴും ക്ലിയർ ചെയ്തതിന് ശേഷം സബ്ട്രാക്ഷൻ ചെയ്യാം. നമ്മൾ പ്രീവിയസ്ലി എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടന്നിട്ട് ക്യാരി ഫ്ലാഗ് ഉണ്ടെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആ വാല്യൂവും കൂടെ സബ്ട്രാക്ഷൻ നടക്കും. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ക്ലിയർ ദ വാല്യൂ ഇൻ ദ ക്യാരി ഫ്ലാഗ് ബിഫോർ ഡൂയിങ് സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ. ഓക്കെ, ഇറ്റ് പെർഫോംസ് എ രജിസ്റ്റർ മൈനസ് ഇമ്മീഡിയറ്റ് ഡാറ്റ മൈനസ് ക്യാരി ഫ്ലാഗ്. ഓക്കെ, സോ അവിടെ നമുക്ക് സാധാരണ SUB എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് അവിടെ ഇല്ല. ശ്രദ്ധിക്കുക, ആഡിനകത്ത് ആഡും ആഡ് സിയും വരുന്നുണ്ട്. നമുക്ക് സബ്ട്രാക്ട് വിത്ത് ബോറോ ആണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഹയർ ബിറ്റ് സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് വി മസ്റ്റ് ഫസ്റ്റ് ക്ലിയർ ദ ക്യാരി ഫ്ലാഗ് യൂസിങ് ക്ലിയർ സി ഇൻസ്ട്രക്ഷൻ. ഓക്കെ, സോ നമ്മൾ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അടുത്ത ഇൻസ്ട്രക്ഷൻ ആണ് ഇൻക്രിമെൻറ്റ്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ എങ്ങനെയാണ് വരുന്നത്, INCA, അതായത് എയിൽ എന്ത് വാല്യൂ ആണോ ഉള്ളത് അതിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 8-ബിറ്റ് മൈക്രോ കൺട്രോളർ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ FF ആണ് അതിൻ്റെ മാക്സിമം വാല്യൂ. സോ FF കഴിഞ്ഞ് പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് തിരിച്ച് 00 അവിടെ ഇൻക്രിമെൻറ്റ് നടക്കുക. ഇൻക്രിമെൻറ്റ് നടക്കുന്നതിൻ്റെ കൂടെ തന്നെ അവിടെ ഓവർഫ്ലോ ഫ്ലാഗും കൂടെ സെറ്റാവും. ഓക്കെ, സോ അത് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഇത്രയും വരുന്നുണ്ട്. എ ഇൻക്രിമെൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ രജിസ്റ്ററിലുള്ള വാല്യൂ എന്താണോ അതിനെ ഇൻക്രിമെൻറ്റ് ചെയ്യാം, അതല്ലാതെ ഒരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് ഇൻക്രിമെൻറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്തിട്ട് അതിനെ നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യാം. സോ 16 ബിറ്റൊക്കെ നമുക്ക് അധികവും ഈ രീതിയിലാണ് ഇൻക്രിമെൻറ്റ് നടക്കുക. അതുപോലെ തന്നെ DPTR വാല്യൂവിനെ നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യാം. സോ അതാണ് ഇൻക്രിമെൻറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഡിക്രിമെൻറ്റ് ഇൻസ്ട്രക്ഷൻ വരുന്നത്. DECA എന്ന് പറയും. അതായത് എയിലുള്ള വാല്യൂ എന്താണോ -1 ആണ് അവിടെ സംഭവിക്കുക. സോ അവിടെ ശ്രദ്ധിക്കുക, 00നെയാണ് ഡിക്രിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ റോൾ ബാക്ക് ടു FF. ശ്രദ്ധിക്കുക, ഡിക്രിമെൻറ്റ് നടക്കുന്ന സമയത്ത് ഏറ്റവും ചെറിയ വാല്യൂ 8-ബിറ്റിനകത്ത് 00H ആണ് വരുന്നത്. ഓൾസോ ഡു റിമെമ്പർ DPTRൻ്റെ ഡിക്രിമെൻറ്റ് അവിടെ നടക്കുന്നില്ല. ഓക്കെ, സോ ഇഫ് യു നീഡ് ടു ഡിക്രിമെൻറ്റ് DPTR യു ക്യാൻ ഡു ഇറ്റ് ബൈ ഇൻഡിവിജ്വലി ഡിക്രിമെൻറ്റിംഗ് DPL ആൻഡ് DPH. സോ നമുക്കറിയാം DPTR എന്ന് പറയുന്നത് ഒരു 8-ബിറ്റ് DPLും അനദർ 8-ബിറ്റ് DPHൻ്റെയും കോമ്പിനേഷനാണ്. അതിനെ നമുക്ക് ഇൻഡിവിജ്വലി വേണമെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് ദ DPL, ഇഫ് ഇറ്റ് റോൾ ബാക്ക് ഫ്രം 00 ടു FFH ദെൻ ഓൾസോ ഡിക്രിമെൻറ്റ് DPH. സോ DPTR ഡിക്രിമെൻറ്റ് നമ്മൾ ഈ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഡിക്രിമെൻറ്റിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇതൊക്കെ. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ്റെ എക്സാമ്പിൾ എങ്ങനെയാണ് വരുന്നത്, MULAB ആണ്. സോ ശ്രദ്ധിക്കുക, ഇവിടെ കോമ നമുക്ക് വരുന്നില്ല. MULAB എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈയിങ് A ആൻഡ് B. എയിൽ എന്ത് വാല്യൂ, A രജിസ്റ്ററിൽ എന്ത് വാല്യൂ ആണോ അതുപോലെ തന്നെ B രജിസ്റ്ററിൽ എന്ത് വാല്യൂ ആണോ അതിനൊന്ന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ. സോ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു രജിസ്റ്ററാണ് B രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റു കാര്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യും B രജിസ്റ്റർ വല്ലപ്പോഴൊക്കെ, പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ നടക്കുമ്പോൾ മസ്റ്റായിട്ട് വേണ്ട രജിസ്റ്ററാണ് B രജിസ്റ്റർ. ഓക്കെ, അതായത് A രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു 8-ബിറ്റ് ആണ്, B രജിസ്റ്റർ എന്ന് പറയുന്നത് അനദർ 8-ബിറ്റ് ആണ്. സോ നമ്മൾ എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ട് 8-ബിറ്റ് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, 16-ബിറ്റ് ആണ് വരുന്നത്. ഈ 16-ബിറ്റ് രജിസ്റ്റർ സേവ് ചെയ്ത് വെക്കുന്നത് എയിലും ബിയിലുമായിട്ടാണ്. അതിൽ ബിയിൽ ഹയർ ബിറ്റും എയിൽ ലോവർ ബിറ്റ് വാല്യൂസുമാണ് സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, stores the 16-bit result in B and A registers. B register get the higher byte and A register get the lower byte. ഓക്കെ, സോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് നമുക്ക് ഡിവിഷനും വരുന്നത്. div AB എന്നാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ വരിക. A, B അല്ല, div AB. ഇതിൽ ബിയിൽ റിമൈൻഡറും എയിൽ കോഷ്യന്റ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. It divides 8-bit value of A register by 8-bit value of B register. It stores the result in B and A register. B register get the remainder and A register get the quotient. നമുക്കറിയാം ഡിവിഷനിൽ 0 വെച്ചുള്ള ഡിവിഷൻ നടക്കുമ്പം അവിടെ എറർ വരേണ്ടതാണ്. ദാറ്റ് ഈസ് ബിയിൽ നമ്മൾ 00 വാല്യൂ ആണെന്ന് വിചാരിക്കുക. സോ ദാറ്റ് മീൻ 0 വെച്ചുള്ള ഒരു ഡിവിഷൻ ആണ് അവിടെ നടക്കുന്നത്. ദെൻ ദ ഇൻസ്ട്രക്ഷൻ വിൽ ബി അബോർട്ടഡ്. ദിസ് ഈസ് ഇൻഡിക്കേറ്റഡ് ടു ദ പ്രോഗ്രാമർ ബൈ ദ ഓവർഫ്ലോ ഫ്ലാഗ്. നമുക്ക് ഓവർഫ്ലോ ഫ്ലാഗ് നമ്മൾ
രജിസ്റ്റർ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ 0 വെച്ചിട്ട് ഒരു ഡിവിഷൻ അവിടെ നടക്കുകയാണെങ്കിൽ അവിടെ ഓവർഫ്ലോ ഫ്ലാഗ് 1 ആവും. അപ്പോൾ പ്രോഗ്രാമറിന് മനസ്സിലാവും അവിടെ ഒരു നോട്ട് പോസിബിൾ ആയിട്ടുള്ള ഓപ്പറേഷനാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് അബോർട്ട് ആവുകയാണ് ചെയ്യുക. ഓക്കെ, സോ അതാണ് ഡിവിഷൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ അതിൽ ലാസ്റ്റിൽ വരുന്നതാണ് ഡെസിമൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഡെസിമൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ നോട്ട്സ് ഞാൻ ആ PDF ഉണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. സോ ഡെസിമൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ മീൻസ് BCD അഡീഷൻ നടന്നതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മളുടെ ഡെസിമൽ വാല്യൂയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ഈ ഡെസിമൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ നടക്കുക. നമുക്ക് ഡെസിമൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 9 വരെയാണ് വാല്യൂ വരുന്നത്. നമ്മൾ ഹെക്സ് വരുന്ന സമയത്ത് 9ന് ശേഷം ABCDEF ഒക്കെ നമുക്ക് അവിടെ വരുന്നുണ്ട്. സോ കോമൺ മാനിന് ഒരിക്കലും ഈ വാല്യൂ ABCD വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഹെക്സാഡെസിമൽ വാല്യൂവിനെ ഡെസിമൽ വാല്യൂ ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് ഈ ഡെസിമൽ അഡ്ജസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ സംഭവിക്കുന്നത് ഓപ്പറേഷൻ നടന്നതിന് ശേഷം അതിനെ ജസ്റ്റ് ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുക മാത്രമാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ ആണ്. സോ ലോജിക്കൽ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ പറഞ്ഞ പോലെ ആൻഡ്, ഓർ, എക്സോർ, കോംപ്ലിമെൻറ്റ്, റൊട്ടേറ്റ് ഓപ്പറേഷൻസ് ഒക്കെയാണ് അവിടെ നടക്കുക. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ്. അത് ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് ആണ് അതിൽ നമുക്ക് വരുന്നത്. സോ ആൻഡ് ഓപ്പറേഷൻ്റെ ഇൻസ്ട്രക്ഷനാണ് ANL, ഓർ ഓപ്പറേഷൻ്റേത് ORL, എക്സോർ ആണെങ്കിൽ XRL, അങ്ങനെ ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് നമുക്കവിടെ വരുന്നുണ്ട്. ഇതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. സോ ANL ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ANL A,#25H. സോ ഈ ഇൻസ്ട്രക്ഷൻ മീൻ ചെയ്യുന്നത് എന്താണെന്ന് ഇത്രയും ഇൻസ്ട്രക്ഷൻസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് A രജിസ്റ്ററിലുള്ള വാല്യൂവും 25H എന്ന് പറയുന്ന വാല്യൂവും തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ നടക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലോജിക്കലി ആൻഡ്സ് ദ വാല്യൂ ഓഫ് A രജിസ്റ്റർ വിത്ത് ഇമ്മീഡിയറ്റ് ഡാറ്റ, സ്റ്റോഴ്സ് ദ റിസൾട്ട് ഇൻ A രജിസ്റ്റർ. സോ ആൻഡ് ഓപ്പറേഷൻസ് നമ്മൾ ബേസിക്കലി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ആൻഡിൻ്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് നോക്കാം. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഏതെങ്കിലും ഒരു വാല്യൂ 0 ആവുകയാണെങ്കിൽ, ഓക്കെ, സോ ആദ്യത്തെ രണ്ടെണ്ണം നോക്കിയാൽ കാണാം, ഇതിൽ ഏതെങ്കിലും ഒന്ന് 0 ആയി കഴിഞ്ഞാൽ ആൻസർ 0 ആണ്. രണ്ടും 1 ആവുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് അവിടെ 1 കിട്ടുന്നത്. സോ നമ്മളോട് പറയുകയാണ് ഏതെങ്കിലും ഒരു ബിറ്റ് ക്ലിയർ ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മളത് ആൻഡ് ഓപ്പറേഷൻ ചെയ്താൽ മതി. 0 ആയിട്ട് ആൻഡ് ഓപ്പറേഷൻ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇറ്റ് ക്ലിയർ ദ ബിറ്റ്. വി മസ്റ്റ് ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ ബിറ്റ് വിത്ത് 0 ആൻഡ് ദ റിമൈനിങ് ബിറ്റ് വിത്ത് 1. സോ സപ്പോസ് നമ്മളോട് ഒരു 8 ബിറ്റ് നമ്പർ തന്നിട്ട് പറയാണ് ഈ 8 ബിറ്റ് നമ്പറിൻ്റെ ആദ്യത്തെ 4 ബിറ്റ് ദാറ്റ് ഈസ് 1 നിബിൾ നമുക്ക് 0 ആക്കണം, മറ്റേ നിബിൾ നമുക്ക് അതേപോലെ തന്നെ കീപ്പ് ചെയ്യണം. ആൻഡ് ഓപ്പറേഷൻ ചെയ്താൽ മതി. സോ എന്ത് സംഭവിക്കും? ആദ്യത്തെ നിബിൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് 0 ആയി പോകും. സെക്കൻഡ് നിബിൾ എന്ന് പറയുന്നത് എന്താണോ ആ വാല്യൂ അങ്ങനെ തന്നെ നമുക്ക് കിട്ടുകയാണ് ചെയ്യുക. സോ അങ്ങനെയുള്ള ഓപ്പറേഷൻസുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആൻഡ് ഓപ്പറേഷൻസ് യൂസ് ചെയ്യാം. സോ ആൻഡ് ഓപ്പറേഷൻ്റെ ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ഡയറക്റ്റ് നമ്പർ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ രജിസ്റ്റർ യൂസ് ചെയ്യാം, അഡ്രസ്സ് യൂസ് ചെയ്യാം, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യാം, തിരിച്ചും നമുക്ക് ചെയ്യാം. സോ ഇതാണ് ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓർ ഓപ്പറേഷനും ഇതേപോലെ തന്നെയാണ്, പക്ഷേ നേരെ തിരിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ ക്ലിയർ ചെയ്യാനാണെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓർ ഓപ്പറേഷൻ യൂസ് ചെയ്യും. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, രണ്ടും 0 ആയാൽ മാത്രമേ നമുക്ക് ആൻസർ 0 വരുള്ളൂ. ബാക്കി എല്ലാ കണ്ടീഷൻസിലും നമുക്ക് വാല്യൂ എന്താണോ അതേ വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടുക. അതായത് 0 കൊണ്ട് ഓർ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സെയിം വാല്യൂ തന്നെയാണ് കിട്ടുക. ഇവിടെ 0 വരുന്ന സമയത്ത് സെയിം വാല്യൂ വരുന്നു. 1 ഓർ 0 ചെയ്യുന്ന സമയത്ത് 1 നമുക്ക് വരുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? 0 ആണ് നമുക്ക് വരുന്നത്, അതിൻ്റെ കൂടെ 1 ഓർ ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. അതുപോലെ 1 വരുന്നുണ്ട്, അതിനെ 1 ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ 1 കിട്ടുന്നുണ്ട്. സോ ഒരു ഓർ ഓപ്പറേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണോ ആ വാല്യൂ അതിനെയൊക്കെ പിടിച്ച് 1 ആക്കും. ഓക്കെ, 0 ആണെങ്കിലും 1 ആവും, 1 ആണെങ്കിലും 1 ആവുകയാണ് അവിടെ സംഭവിക്കുക. സോ ഈ ഒരു 8 ബിറ്റ് നമ്പറിൽ ഈ ഒരു നിബിള് കംപ്ലീറ്റ് സെറ്റ് ചെയ്യണം. ഈ ഒരു നിബിള് അതുപോലെ തന്നെ വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരു ഓർ ഓപ്പറേഷൻ ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ഈ വാല്യൂ കംപ്ലീറ്റ് 0 കൊണ്ട് ഓർ ചെയ്യുക, ഈ വാല്യൂ കംപ്ലീറ്റ് 1 കൊണ്ട് ഓർ ചെയ്യുക. സോ എന്താ സംഭവിക്കുക? ഈ ചെയ്യുന്ന സമയത്ത് ഈ സാധനങ്ങൾ മൊത്തം 1 ആയി പോകും. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം അതേപോലെ തന്നെ വരികയാണ് ചെയ്യുക. സോ നമ്മളിവിടെ ഈ ഒരു നിബിളിനെ സെറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അതേപോലെ തന്നെ നമ്മൾ ഓർ ഓപ്പറേഷന് പകരം ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാം 0 കൊണ്ട് നമ്മൾ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ക്ലിയർ ആയി പോകും, ബാക്കിയുള്ളതെല്ലാം അതേപോലെ കീപ്പ് ചെയ്യും. സോ ഓർ ഓപ്പറേഷന് നമുക്ക് ഇത്രയും ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എക്സോർ ഓപ്പറേഷൻ വരുന്നത്. എക്സോർ ഓപ്പറേഷൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഏതെങ്കിലും ഒരു സാധനത്തിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സോർ ഓപ്പറേഷൻ യൂസ് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, വാല്യൂവിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 0 1 കൊടുക്കുന്ന സമയത്ത് എക്സോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 0 എന്ന് പറയുന്നത് 1 ആവും. അതേപോലെ തന്നെ ഈ 1
1 കൊടുക്കുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കുന്നത്, ഈ 1 എന്ന് പറയുന്നത് 0 ആവും. സോ ഏതൊരു നമ്പറിനെയും നമ്മൾ ആ 1 വെച്ചിട്ട് എക്സോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് വാല്യൂ ആണ് നമുക്ക് കിട്ടുക. അതിന് പകരം 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ 0 ഉള്ളത് അതേപോലെ തന്നെ 0 വരുന്നുണ്ട്, 1 ഉള്ളത് അതേപോലെ തന്നെ 1 ആവുന്നുണ്ട്. സോ ഏതെങ്കിലും ഒരു നമ്പറിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സോർ യൂസ് ചെയ്യാം. 0 കൊണ്ട് എക്സോർ ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ അതുപോലെ തന്നെയും 1 കൊണ്ട് എക്സോർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ കിട്ടുന്നത് അതിൻ്റെ കോംപ്ലിമെൻറ്റ് വാല്യൂവും നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, സോ അതിനുവേണ്ടി നമുക്ക് എക്സോർ യൂസ് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് ദ ബിറ്റ്. ഓക്കെ, സോ നേരത്തെ കണ്ട അതേപോലെ തന്നെയാണ് വരുന്നത്. എക്സോറിനും ഇതേപോലെ ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ, ഏതെങ്കിലും ഒരു വാല്യൂ ക്ലിയർ ചെയ്യണമെങ്കിൽ, അതല്ല കോംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ റൊട്ടേറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമുക്ക് വേറെ വരുന്നുണ്ട്. റൊട്ടേറ്റ് ലെഫ്റ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് RLA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണെന്ന് വിചാരിക്കുക. സോ അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A രജിസ്റ്റർ റൊട്ടേറ്റ് ലെഫ്റ്റ് ബൈ 1 പൊസിഷൻ ആണ്. സോ നമ്മൾ ബിറ്റിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇറ്റ് റൊട്ടേറ്റ്സ് ദ ബിറ്റ് ഓഫ് A രജിസ്റ്റർ ഇൻ ദ ലെഫ്റ്റ് ഡയറക്ഷൻ ബൈ 1 പൊസിഷൻ. ഈച്ച് ബിറ്റ് ഗോസ് 1 പൊസിഷൻ ടു ദ ലെഫ്റ്റ്. MSB ഗോസ് ടു ദ ക്യാരി ഫ്ലാഗ് ആസ് വെൽ ആസ് ടു ദ LSB. സോ ഇവിടെ ശ്രദ്ധിക്കുക, സപ്പോസ് നമുക്ക് ഇതുപോലെ ഒരു 8 ബിറ്റ് നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ദിസ് ഈസ് MSB, ദിസ് ഈസ് LSB ആൻഡ് ദിസ് ഈസ് എ ക്യാരി ഫ്ലാഗ്. സോ ഇങ്ങനെ ഒരു നമ്പറാണ് നമ്മളുടെ ഇതിനകത്ത് വരുന്നത് 10100101. ഈ 8 ബിറ്റ് നമ്പറിനെ നമ്മൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് റൊട്ടേറ്റ് ലെഫ്റ്റ് ആണ് ചെയ്യുന്നത്. സോ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന 1 ഇവിടേക്ക് റൊട്ടേറ്റ് ആവും, ബാക്കിയുള്ളതെല്ലാം ലെഫ്റ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഈ 1 ഇങ്ങോട്ട് വന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ കാണാം ക്യാരിയിലും 1 വന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഈ 1 MSBന്ന് LSBയിലേക്ക് മൂവ് ചെയ്തു, ബാക്കിയുള്ളതെല്ലാം ഒരു തവണ ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്ത സാധനം ഇനി സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 0 ഇവിടേക്ക് റൊട്ടേറ്റ് ആയി, ബാക്കിയുള്ളതെല്ലാം 1 ടൈം റൊട്ടേറ്റ് ആയി. സോ ഇവിടേക്ക് വന്ന ഈ 0 എന്ന് പറയുന്ന ബിറ്റ് ഓൾസോ ഗോസ് ടു ദ ക്യാരി. ഓക്കെ, അതാണ് RL ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതേ സമയത്ത് നമ്മൾ RLC ഇൻസ്ട്രക്ഷൻ നമ്മൾ കാണുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RLC എന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ A രജിസ്റ്റർ റൊട്ടേറ്റ് ലെഫ്റ്റ് ബൈ 1 പൊസിഷൻ എലോങ് വിത്ത് ദ ക്യാരി ഫ്ലാഗ്. ഈ എലോങ് വിത്ത് ദ ക്യാരി ഫ്ലാഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ഇറ്റ് റൊട്ടേറ്റ്സ് ദ ബിറ്റ് ഓഫ് A രജിസ്റ്റർ ഇൻ ദ ലെഫ്റ്റ് ഡയറക്ഷൻ ബൈ 1 പൊസിഷൻ എലോങ് വിത്ത് ദ ക്യാരി ഫ്ലാഗ്. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ദിസ് ഈസ് MSB, LSB ആൻഡ് ദിസ് ഈസ് ദ ക്യാരി ഫ്ലാഗ്. സോ ഈ ഒരു നമ്പറാണ് നമുക്ക് വരുന്നതെന്ന് വിചാരിക്കുക. ഓൾറെഡി ക്യാരി ഫ്ലാഗിൽ 0 എന്ന് പറയുന്ന ഒരു നമ്പറും അവിടെ ഉണ്ട്. സോ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരി ഫ്ലാഗിലുള്ള സാധനമായിരിക്കും LSBയിലേക്ക് പോവുക, ബാക്കിയുള്ളതെല്ലാം ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. സോ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന MSBയിൽ ഉണ്ടായിരുന്ന 1 എവിടേക്ക് മാറി, ക്യാരി ഫ്ലാഗിലേക്കാണ് മാറിയത്. സോ ത്രൂ ക്യാരി ഫ്ലാഗ് ആണ് നമുക്കവിടെ റൊട്ടേഷൻസ് സംഭവിക്കുക. സോ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഇവിടെ സംഭവിക്കുന്നത് ശ്രദ്ധിക്കുക. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാരിയിലുള്ളത് ഇവിടേക്ക് LSBയിലേക്ക് പോയി, ഈ MSBയിൽ ഉണ്ടായിരുന്ന 0 ആണ് ക്യാരിയിലേക്ക് വന്നത്. സോ ക്യാരി ഫ്ലാഗിലൂടെയാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, റൊട്ടേഷൻ സംഭവിക്കുന്നത്. സോ ഇതൊക്കെ നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോഴാണ് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവുക. സപ്പോസ് നമ്മളുടെ കയ്യിലുള്ള ബിറ്റുകളുടെ നമ്പർ ഓഫ് 1s ആൻഡ് 0s കൗണ്ട് ചെയ്യാനൊക്കെ നമ്മളോട് പറയുകയാണെങ്കിൽ ഈ റൊട്ടേറ്റ് ലെഫ്റ്റ് ത്രൂ ക്യാരി ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് RLC ഇൻസ്ട്രക്ഷൻ. ഓക്കെ, സോ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് റൊട്ടേറ്റ് ലെഫ്റ്റിൻ്റെ പോലെ തന്നെ റൊട്ടേറ്റ് റൈറ്റ് വരുന്നുണ്ട്, റൊട്ടേറ്റ് റൈറ്റ് വിത്ത് ക്യാരി വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ലെഫ്റ്റിന് പകരം റൈറ്റ് റൊട്ടേഷനാണ് നമുക്കവിടെ വരിക. സോ റൈറ്റ് സൈഡിൽ നിന്നായിരിക്കും നമുക്ക് ക്യാരിയിലേക്ക് വാല്യൂ പോവാം. ഓക്കെ, അതുപോലെ തന്നെ സ്വാപ്പ് നിബിൾസ് വരുന്നുണ്ട്. നമുക്ക് നിബിൾസുകൾ തമ്മിൽ വാല്യൂസ് സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷനാണ് സ്വാപ്പ് വരുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. സബ് പ്രോഗ്രാംസ് ഒക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനമാണ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ദീസ് ഇൻസ്ട്രക്ഷൻ ഓൾട്ടർ ദ നോർമൽ സീക്വൻസ് ഓഫ് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ. സപ്പോസ് നമുക്കൊരു മെയിൻ പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ നമുക്കൊരു സബ് പ്രോഗ്രാം റൺ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ റൺ ചെയ്യണം. അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ അധികവും ഈ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും വരുന്നൊരു സാധനമാണ് ഈ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. സോ നമുക്ക് ബേസിക്കലി ഇത്രയും ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനകത്ത് വരിക. ഷോർട്ട് ജമ്പ്, ലോങ് ജമ്പ്, അബ്സല്യൂട്ട് ജമ്പ്, ജമ്പ് ഇഫ് 0, അതുപോലെ ജമ്പ് ഇഫ് നോട്ട് 0, ജമ്പ് ഇഫ് ക്യാരി. സോ ഡിഫറെൻറ്റ് ബ്രാഞ്ച് ഓപ്പറേഷൻസ് വരുന്നുണ്ട്. നമ്മൾ ഹയർ ലെവൽ പ്രോഗ്രാമിങ്ങിലേക്കൊക്കെ പോകുമ്പോൾ വളരെ മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമുക്കൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് SJMP ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഷോർട്ട് ജമ്പ് ടു റിലേറ്റീവ് അഡ്രസ്. SJMP ലേബൽ എന്ന് പറയുന്ന ഒരു ലേബൽ നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് കൊടുക്കാം. ഈ ലേബൽ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ സംഭവിക്കുക എന്താണ്, പ്രോഗ്രാം ടേക്ക് എ ഷോർട്ട് ജമ്പ് ടു ദ ലൊക്കേഷൻ ലേബൽ. ലേബൽ എന്ന് പറയുന്ന
ഏത് ലൊക്കേഷനാണോ ആ ലൊക്കേഷനിലേക്ക് ഒരു ഷോർട്ട് ജമ്പ് കൊടുക്കുകയാണ് ചെയ്യുക. തൊട്ടടുത്ത ലൈൻസുകളിൽ അധികം ദൂരെ അല്ലാതെയുള്ള ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യാൻ നമ്മൾ SJMP ആണ് യൂസ് ചെയ്യുക. പക്ഷേ അതേപോലെ തന്നെ LJMP നമുക്ക് വരുന്നുണ്ട്, ലോങ് ജമ്പ് ടു ലോങ് അഡ്രസ്. അതായത് ഇപ്പോൾ LJMP L1 എന്ന് പറഞ്ഞിട്ട് L1 എന്ന് പറയുന്നതാണ് നമ്മുടെ ലേബൽ. സോ L1 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് ഒരു ലോങ് ജമ്പ് നടക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ പ്രോഗ്രാം ടേക്സ് എ ലോങ് ജമ്പ് ടു ദ ലൊക്കേഷൻ L1. LJMP is a 3-byte instruction that allows jumping to any 16-bit address within the full 64 KB memory space. നമുക്ക് വളരെ ദൂരെയുള്ള ഒരു ലൊക്കേഷനിലേക്കുള്ളൊരു ജമ്പിങ് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് LJMP നമ്മൾ യൂസ് ചെയ്യും. അതിന് കുറച്ച് മെമ്മറി കൂടുതലാണ്. സോ നമുക്ക് അബ്സല്യൂട്ട് ജമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സാധനം കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് അബ്സല്യൂട്ട് ജമ്പ് ടു ഷോർട്ട് അഡ്രസ്. ഇത് കുറച്ചുകൂടെ സൈസ് കുറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. സോ വളരെ വലിയ റേഞ്ചിലേക്ക് പോകാതെ എന്നാലും കുറച്ച് ലോങ്ങർ ആയിട്ടുള്ള ലൊക്കേഷനിലേക്കാണ് പോകേണ്ടതെങ്കിൽ AJMP നമുക്ക് യൂസ് ചെയ്യാം. സോ AJMP L3 എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ L3 എന്ന് പറയുന്ന ലേബൽ എന്താണോ അവിടേക്ക് ജമ്പ് ചെയ്യാന്നാണ് ഇതിൻ്റെ മീനിങ്. AJMP is a 2-byte ഇൻസ്ട്രക്ഷൻ ആണ്. ഇത് 3 byte ആണ്. ദിസ് ഇസ് 2-byte ഇൻസ്ട്രക്ഷൻ റെസ്ട്രിക്റ്റഡ് ടു 2 KB റേഞ്ച്. വളരെ ഹയർ റേഞ്ച് 64 KB ഒന്നും പോവാതെ ചെറിയ റേഞ്ചിലേക്കുള്ള ജമ്പിങ് ഒക്കെ നമുക്ക് ഈ AJMP യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് JZ ഇൻസ്ട്രക്ഷൻ, ദാറ്റ് ഈസ് ജമ്പ് ഇഫ് 0. അവിടെ നമുക്ക് എക്സാമ്പിൾ നോക്കിയാൽ JZ L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ രജിസ്റ്റർ A0 ജമ്പ് ടു ദ ലൊക്കേഷൻ L1. സോ A രജിസ്റ്ററിൻ്റെ ഒരു ചെക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. എയ്ക്കകത്ത് 0 ആണെങ്കിൽ L1 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യാം. ദിസ് ഇൻസ്ട്രക്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ വാല്യൂ ഓഫ് A രജിസ്റ്റർ. ഇഫ് A രജിസ്റ്റർ ഇസ് 0, പ്രോഗ്രാം വിൽ ജമ്പ് ടു ദ ലൊക്കേഷൻ L1. L1 എവിടെയാണോ അവിടേക്ക് ജമ്പ് ചെയ്യും. എൽസ് പ്രോഗ്രാം വിൽ സിംപ്ലി പ്രൊസീഡ് ടു ദ നെക്സ്റ്റ് ലൊക്കേഷൻ. ഇനി അതേപോലെ തന്നെ JNZ ഇൻസ്ട്രക്ഷൻ വരുന്നുണ്ട്, ദാറ്റ് ഈസ് ജമ്പ് ഇഫ് നോട്ട് 0. അതായത് 0 അല്ലെങ്കിൽ ജമ്പ് ചെയ്യാം. ദാറ്റ് ഈസ് JNZ L2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് രജിസ്റ്റർ A ഈസ് നോട്ട് 0 അല്ലാത്ത സമയങ്ങളിൽ ജമ്പ് ചെയ്യാം. ഇത് 0 ആണെങ്കിൽ ജമ്പ് ചെയ്യാം. അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നതാണ് JC ഇൻസ്ട്രക്ഷൻ, ദാറ്റ് ഈസ് ജമ്പ് ഇഫ് ക്യാരി. അതായത് ക്യാരി ഫ്ലാഗ് സെറ്റ് ആവുകയാണെങ്കിൽ ജമ്പ് ചെയ്യാന്നാണ് അതിൻ്റെ മീനിങ്. ഇഫ് ക്യാരി ഫ്ലാഗ് ഇസ് 1, ജമ്പ് ടു ദ ലൊക്കേഷൻ L1. ദാറ്റ് ഈസ് JC L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എങ്ങനെ. ദിസ് ഇൻസ്ട്രക്ഷൻ ഇസ് യൂസ്ഡ് ടു ചെക്ക് ദ ക്യാരി ഫ്ലാഗ്. ഇഫ് ക്യാരി ഫ്ലാഗ് ഇസ് ഈക്വൽ ടു 1, the program will jump to the location L1, else program will simply proceed to the next location. അതേപോലെ തന്നെയാണ് JNC വരുന്നതും. അവിടെ നോ ക്യാരി വരുമ്പോൾ ജമ്പ് ചെയ്യാനാണ് പറയുന്നത്. അതായത് ക്യാരി ഫ്ലാഗ് ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ ക്യാരി ഫ്ലാഗ് 0 ആണെങ്കിൽ ജമ്പ് ചെയ്യാനാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. അതേപോലെ തന്നെ വേറൊരു ഇൻസ്ട്രക്ഷൻ ആണ് DJNZ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഡിക്രിമെൻറ്റ് ആൻഡ് ജമ്പ് ഇഫ് നോട്ട് 0. ഓക്കെ, സെയിം സാധനം തന്നെയാണ്. ഇൻക്രിമെൻറ്റിന് പകരം ഇവിടെ ഡിക്രിമെൻ്റ് ആണ് നടക്കുന്നത്. ഡിക്രിമെൻറ്റ് ദ കണ്ടൻസ് ഓഫ് ലൊക്കേഷൻ 25H. ഇഫ് നോട്ട് ഈക്വൽ ടു 0, ഗോ ടു L1. ദാറ്റ് ഈസ് ഡിക്രിമെൻറ്റ് ചെയ്യുന്നു എന്നിട്ട് L1ലേക്ക് പോവാണ്. സോ നമ്മൾ ലൂപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഇൻസ്ട്രക്ഷൻ. റൈറ്റ് ദ ഇൻസ്ട്രക്ഷൻ DJNZ 25H, L1. സോ സപ്പോസ് 25 നമുക്ക് 10 തവണ ഒരു ലൂപ്പ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 25H എന്ന് പറയുന്ന ഒരു അഡ്രസ്സിൽ നമുക്ക് 10 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തിട്ട് ഈ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് കൊടുക്കാം. സോ 10 ടൈംസ് റൺ ചെയ്ത് കഴിയുമ്പം 25Hനകത്ത് 0 ആവും. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ജമ്പ് ചെയ്യാണ് ചെയ്യും. സോ ലൂപ്പ് ഓപ്പറേഷൻസ് ഒക്കെ നടക്കുമ്പോൾ നമുക്കത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. സോ ഇതൊക്കെയാണ് ബ്രാഞ്ച് ഓപ്പറേഷനിൽ നമ്മൾ അധികവും യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റിട്ടേൺ ഓപ്പറേഷൻ, റിട്ടേൺ ഫ്രം ഇൻട്രപ്റ്റ്സ്, ഇങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്ന ലാസ്റ്റ് വണ്ണാണ് ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ദീസ് ഇൻസ്ട്രക്ഷൻ ഓൾട്ടർ ദ നോർമൽ സീക്വൻസ് ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ. സോ ബിറ്റ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ബിറ്റ് ഓപ്പറേഷൻസുകളൊക്കെ നമ്മൾ അധികവും ഈ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. ദാറ്റ് ഇസ് സെറ്റ് ബി, അതായത് ഏതെങ്കിലും ഒരു വാല്യൂ സെറ്റ് ചെയ്യണം, അതായത് അത് 1 ആക്കി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യാം. സെറ്റ് ബി P1.0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട് 1-നകത്തുള്ള 0th ബിറ്റിനെ നമ്മൾ 1 ആക്കി സെറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ CLR എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ചെയ്യാം. സോ അത് വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ കോംപ്ലിമെൻറ്റ് ബിറ്റ് ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ ജമ്പ് ഇഫ് ബിറ്റ് ഇസ് ഈക്വൽ ടു 1, ജമ്പ് ഇഫ് ബിറ്റ് ഇസ് ഈക്വൽ ടു 0, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബിറ്റ് മാനിപ്പുലേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് സിംഗിൾ ബിറ്റ് ചെക്കിംഗ് ആണ് അവിടെ ബേസിക്കലി നടക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ സെറ്റിനകത്ത് വരുന്ന ഇൻസ്ട്രക്ഷൻസുകൾ. 111 ഇൻസ്ട്രക്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻസ് ഞാൻ ആ PDF ഫയലിനകത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പോയി നോക്കാവുന്നതാണ്. ഇൻസ്ട്രക്ഷൻ സെറ്റ് അധികം ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. സെക്കൻഡ് മൊഡ്യൂളിനകത്ത് നമുക്ക് മെയിനായിട്ട് വരുന്നത് അഡ്രസ്സിംഗ് മോഡ്സും ഇൻസ്ട്രക്ഷൻ സെറ്റ്സും ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൊഡ്യൂൾ ഇവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതലായിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ സെറ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ കുറേ എക്സാമ്പിൾസുകൾ ചെയ്ത് നോക്കണം. അത് നമുക്ക് കമ്മിങ് ലെക്ചേഴ്സുകളിൽ ചെയ്ത് നോക്കാം. സോ
സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.